ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൊമോട്ടേഴ്സ് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് 5 സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ പ്രൊമോട്ടേഴ്സിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ഇറ്റ്സ് മീ റിൻസി ഫ്രം ഗ്രോ മലയാളം. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഫസ്റ്റ് നമുക്ക് നോക്കാം ആരാണ് ഈ പ്രൊമോട്ടേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ആണ്. സോ ഈ ഒരു പ്രൊമോട്ടേഴ്സ് ആണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിലേക്ക് ക്യാഷ് ഇടുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നതും ഇവരാണ്. അപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളത് ഈ പ്രൊമോട്ടേഴ്സിന് തന്നെയായിരിക്കും. ഇനി FII അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. ഇനി DII അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസ്, ഇൻഷുറൻസ് കമ്പനീസ്, പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട്സ് ഒക്കെ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫോറിൻ ഗവൺമെന്റ് ഒക്കെ FII ആണ്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇനിയിപ്പം HDFC അല്ലെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് ഒക്കെ DII ആണ്, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. സോ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊക്കെ വലിയൊരു ക്യാപിറ്റൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 5 സ്റ്റോക്കുകളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. ചേഞ്ച് ഇൻ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് മോർ ദാൻ 0.1% ആണ്. ചേഞ്ച് ഇൻ FII ഹോൾഡിംഗ് മോർ ദാൻ 0.1% ആണ്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ DII ഹോൾഡിംഗ് മോർ ദാൻ 0.1% ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന 18 നവംബർ 2022 മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്ന അതുൽ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് കെമിക്കൽ കമ്പനികളിൽ ഒരാളാണ് അതുൽ ലിമിറ്റഡ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റുകളൊക്കെ പല ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്ട്സ് മെയിൻലി 2 സെഗ്മെന്റ്സിലാണ് വരുന്നത്. ലൈഫ് സയൻസ് കെമിക്കൽസ് അതുപോലെ തന്നെ പെർഫോമൻസ് ആൻഡ് അതർ കെമിക്കൽസ് ആണ്. അപ്പോൾ മെയിൻലി 7 സബ് സെഗ്മെന്റ്സ് ആണ് വരുന്നത്. അരോമാറ്റിക്സ്, ബൾക്ക് കെമിക്കൽസ് ആൻഡ് ഇന്റർമീഡിയറ്റ്സ്, കളേഴ്സ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ഫ്ലോറൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് അതുപോലെ തന്നെ പോളിമേഴ്സ്. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ്, FIIs, DIIs അതുപോലെ തന്നെ പബ്ലിക് ഹോൾഡിങ്ങിൻ്റെ ഒരു മിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ FII, DII അതുപോലെ തന്നെ പബ്ലിക് ഹോൾഡിങ്ങിൻ്റെ ഒരു മിക്സിൽ നമുക്കൊരു ചെറിയൊരു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് അല്ലാതെ ഇൻവെസ്റ്റേഴ്സിൽ വരുന്നതാണ് ഗവൺമെൻറ് പെൻഷൻ ഫണ്ട് ഗ്ലോബൽ, അതുപോലെ തന്നെ കൊട്ടക് ഫണ്ട്സ് ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് DSP സ്മോൾ ക്യാപ് ഫണ്ട്, HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, SBI ലൈഫ് ഇൻഷുറൻസ് ഒക്കെ. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കാം. അപ്പോൾ കെമിക്കൽ സെക്ടറിൽ കമ്പനിയുടെ ഓപ്പറേഷൻ 2 സെഗ്മെന്റിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പെർഫോമൻസ് ആൻഡ് അതർ കെമിക്കൽസ് അതുപോലെ തന്നെ ലൈഫ് സയൻസ് കെമിക്കൽസ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ 2022 ഈ 2 സെഗ്മെന്റിൽ പെർഫോമൻസ് ആൻഡ് അതർ കെമിക്കൽസ് നെറ്റ് സെയിലേക്ക് 71% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് പോളിമേഴ്സ്, അരോമാറ്റിക്സ്, കളറും ആണ്. ഇനി ലൈഫ് സയൻസ് ആൻഡ് കെമിക്കൽസ് നെറ്റ് സെയിലേക്ക് 29% കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആണ് മേജർ കോൺട്രിബ്യൂട്ടർ. അപ്പോൾ ഇത് കൂടാതെ കമ്പനിയുടെ റവന്യൂ സ്ട്രീം ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇവർക്ക് 9 ബിസിനസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 75 രാജ്യങ്ങളിലായിട്ട് 4000 കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ കറന്റ് ചെയർമാൻ ആൻഡ് MD വരുന്നത് മിസ്റ്റർ സുനിൽ ലാൽബായ് ആണ്. അപ്പോൾ അതേ ഒരു 3rd ജനറേഷൻ ഓണ്ടർപ്രണർ ആണ്. അപ്പോൾ കമ്പനിക്ക് എക്സ്പീരിയൻസ് മാനേജ്മെന്റ് ഉള്ളത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് കമ്പനിയാണ്. മാത്രമല്ല 1400-ലധികം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അതുപോലെ തന്നെ 90 PhDസിനെയും കമ്പനി എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ മെജോറിറ്റി റോ മെറ്റീരിയലും ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ റോ മെറ്റീരിയൽ പ്രൈസിലും ചേഞ്ച് ചെയ്യും. സോ ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെയും അഫക്റ്റ് ചെയ്യും. ഇനി കമ്പനി നാഷണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്പനീസും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 0.01% കൂടിയിട്ടുണ്ട്, FIIs 0.38% കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ DIIs 0.04% കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ അതുപോലെ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അതുൽ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 8,113.3, P 39.69, ഡെറ്റ് ഇക്വിറ്റി 0.02, 5 years sales CAGR 12.39, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.25, 1 year returns -6.8,
5 year returns 26.32. ഇനി രണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നത്. 200 DMA, ദാറ്റ് ഈസ് 200 ഡേ മൂവിംഗ് ആവറേജ്. ഇപ്പം ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ RSI വാല്യൂ എബോ 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെൻഡ് റിവേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനിയാണ് JSW സ്റ്റീൽ ലിമിറ്റഡ്. അപ്പം JSW ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ബിസിനസ് ആണ് JSW സ്റ്റീൽ. അപ്പോൾ അയൺ അതുപോലെ തന്നെ സ്റ്റീൽ പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചർ അതുപോലെ തന്നെ സെയിൽസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. അപ്പോൾ കമ്പനി സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് 16,000 കോടി. അപ്പം നമുക്ക് എല്ലാ ടൈപ്പ് സ്റ്റീലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ സ്പെഷ്യൽ അലോയ്, ഹോട്ട് റോൾഡ്, കോൾഡ് റോൾഡ്, ഗാൽവനൈസ്ഡ്, അങ്ങനെ പലതും. അപ്പം JSW സ്റ്റീലിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 45.20%, FIIs 10.75%, DIIs 9.25%, ഗവൺമെൻറ് 0.51%, പബ്ലിക് 33.70%. ഇനി ഇവരുടെ FIIസിൽ വരുന്നതാണ് ലോട്ടസ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഫ്രാൻസ് SA ഒക്കെ. അതുപോലെ തന്നെ DIIസിൽ വരുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC ഉള്ളിപ്പ് ഗ്രോത്ത് ഫണ്ട് ഒക്കെ. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹോട്ട് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോറക്സ് ടെക്നോളജി യൂസ് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ് JSW സ്റ്റീൽ. അപ്പോൾ കോറക്സ് ടെക്നോളജി കോസ്റ്റ് എഫിഷ്യൻ അതുപോലെ തന്നെ എൻവറോൺമെൻറ്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ ആണ്. സോ ഇത് കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ലൊക്കേഷൻ സ്പെസിഫിക് അഡ്വാൻറ്റേജ് ഒക്കെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലെ വിജയനഗർ പ്ലാൻ ലൊക്കേഷൻ അയൺ ഓർ ഡെപ്പോസിറ്റ് ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പോർഷൻ ഫ്രൈറ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ പ്രോബ്ലം വരുന്നത് ഇവർ റീസെൻ്റ്ലി 2 കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് US ആൻഡ് അതുപോലെ രണ്ടാമത്തെ ഇറ്റലിയിൽ. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 കമ്പനിയും നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്, അതായത് ലോസിലാണുള്ളത്. ഇപ്പം US സബ്സിഡറി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ഇറ്റാലിയൻ സബ്സിഡറി സ്റ്റിൽ ലോസിലാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ മെറ്റീരിയൽ കോസ്റ്റ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 66%. അപ്പോൾ ഇത് കമ്പനിയുടെ മാർജിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ വരുന്നത് 6%. പിന്നെ ഇൻപുട്ട് കോസ്റ്റ് ഇൻഫ്ലേഷനും കമ്പനി നോക്കേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനി കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 0.17% കൂടിയിട്ടുണ്ട്, FIIs 0.14% കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ DIIs 0.18% കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. JSW സ്റ്റീൽ ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 696.55, PE 22.31, ഡെറ്റ് ഇക്വിറ്റി 1.25, 5 year sales CAGR 21.36, ROE return on equity 37.62, 1 year returns 7.07, 5 year returns 21, 200 DMA 648.38, RSI 14 54.8. ഇനി നമ്മുടെ തേർഡ് കമ്പനി ആസ്ട്രൽ ലിമിറ്റഡ്. ഇപ്പോൾ 1996 ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഈ ഒരു കമ്പനി ഇന്ത്യയിൽ പ്ലംബിംഗ് അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൗസ് ഹോൾഡ് നീഡ്സ് ഒക്കെ കമ്പനി കാറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ആസ്ട്രൽ പൈപ്സിൻ്റെ പ്രൊഡക്റ്റ് മിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇതിൽ അവർക്ക് പല തരത്തിലുള്ള പൈപ്പുകളുണ്ട്. ലൈക്ക് ഇപ്പോൾ പ്ലംബിംഗ്, അഗ്രികൾച്ചർ ഡ്രെയിനേജ്, വാട്ടർ ടാങ്ക്സ്, ഫയർ സ്പ്രിംഗ്ലർ പൈപ്സ്, അതുപോലെ തന്നെ പലതും ഉണ്ട്. ഇനി ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതുൽ ലിമിറ്റഡും ആയിട്ട് സെയിം ആണ്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് 56% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, FIIs 16%, DIIs 14%, പബ്ലിക് 14%. ഇനി ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് FIIs അതുപോലെ തന്നെ DIIs ആണ് UTI ഫ്ലെക്സിക്ക ഫണ്ട്, ആക്സസ് മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി ലിമിറ്റഡ് ഒക്കെ. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഒരുപാട് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ കമ്പനിക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയും കൂടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ ROCE 30% വരെ എത്തിയേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ROCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് കമ്പനി എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ അവർ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു റേഷ്യോ ആണ് ROCE എന്നുള്ളത്. വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് മെയിൻലി വരുന്നത് CPVC റെസിൻസ് ആണ്. അപ്പോൾ ഇവരുടെ റോ മെറ്റീരിയൽ റിക്വയർമെൻ്റ് ഒക്കെ മെയിൻലി ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ റോ മെറ്റീരിയലിൽ 30 to 35% വരുന്ന CPVC റെസിൻസ് അതുപോലെ PVC റെസിൻസ് ആണ്. ഇനി ഇതൊരു ക്രൂഡ് ഓയിൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ PVCയുടെ പ്രൈസ് ക്രൂഡ് ഓയിൽ പ്രൈസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ പ്രോഫിറ്റ് മാർജിനൊക്കെ അഫക്റ്റ് ചെയ്യും.
ഇനി കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 0.12% കൂടിയിട്ടുണ്ട്, FIIs 0.19% കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ DIIs 0.77% കൂടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ആസ്ട്രൽ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1889.4 rupees, PE 89.44, debt equity 0.04, 5 year sales CAGR 18.32, ROE return on equity 22.57, 1 year returns negative 18.03, 5 year CAGR returns 31.52, 200 DMA 2016.03, RSI 14 29.7. ഇനി നമ്മുടെ അടുത്ത കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് 1942 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് പെയിന്റ് മാനുഫാക്ചർ ആണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു കമ്പനി വാർണിഷ്, ഇനാമിൽസ്, സർഫേസിംഗ് പ്രിപ്പറേഷൻ, ഓർഗാനിക് കോമ്പോസിറ്റ് സോൾവെൻറ്റ്സ്, അതുപോലെ തന്നെ ടിന്നേഴ്സിൻ്റെ മാനുഫാക്ചറിംഗ് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം ഇനി ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 52.63%, FIIs 18.56%, DIIs 8.74%, ഗവൺമെൻറ് 0.04%, പബ്ലിക് 19.9%. അപ്പം DIIസിൽ വരുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ SBI നിഫ്റ്റി 50 ETF ഒക്കെ. ഇനി നമുക്ക് ഇവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ഒരുപാട് സെഗ്മെന്റിൽ ഡോമിനന്റ് പൊസിഷൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് ഡൊമസ്റ്റിക് പെയിന്റ് മാർക്കറ്റിൽ 50% കൂടുതൽ ഡോമിനന്റ് ഷെയർ കമ്പനിക്കുണ്ട്. ഇനി ഇവിടെ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് മാർക്കറ്റ് ഷെയർ വരുന്നത് 16%. ഇനി ഇന്ത്യൻ പെയിന്റ് ഇൻഡസ്ട്രിയിൽ 80-85% വരുന്ന ഡെക്കറേറ്റീവ് പെയിന്റ് സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 60% ഷെയർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന് ഒരു ഹെൽത്തി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 16 മുതൽ 19% വരെ. അപ്പം ഇവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ്. ഇനി ഇവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ 50% വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഇനി ഇവരുടെ ടോട്ടൽ റോ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ്, അതുപോലെ ക്രൂഡ് ബേസ്ഡ് ബൈ പ്രൊഡക്ട്സ് ആണ് മെജോറിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസിലുണ്ടാകുന്ന വോളറ്റിലിറ്റി നോൺ ഡെക്കറേറ്റീവ് സെഗ്മെന്റിൽ പ്രോഫിറ്റബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഡൊമസ്റ്റിക് ഡെക്കറേറ്റീവ് ബിസിനസ്സിൽ ഇൻപുട്ട് പ്രൈസ് കൂടുന്നത് കമ്പനിക്ക് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ പെയിന്റ് സെഗ്മെന്റിലൊക്കെ ലിമിറ്റഡ് ആണ്. ഇനി ഇൻഡസ്ട്രിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ പെയിൻറ്റ്സിന് ഹൈ PE ആണുള്ളത്. അപ്പം ഏഷ്യൻ പെയിൻറ്റ്സിന്റെ PE വരുന്നത് 78.81 ആണ്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഇൻഡസ്ട്രി PE നമ്മൾ നോക്കുകയാണെങ്കിൽ 57.9 ആണ്. ഇനി ഏഷ്യൻ പെയിൻറ്റ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 0.01% കൂടിയിട്ടുണ്ട്, FIIs 0.05% കൂടിയിട്ടുണ്ട്, DIIs 0.32% കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 3095.3, PE 78.81, debt to equity 0.13, 5 year sales CAGR 14.08, ROE return on equity 23.15, 1 year returns negative 4.08%, 5 year CAGR returns 21.39%, 200 DMA 3143.29, RSI 1444. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ഡേറ്റ പാറ്റേൺസ് ലിമിറ്റഡ്. അപ്പോൾ വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക് സൊല്യൂഷൻ പ്രൊവൈഡറാണ് ഡേറ്റ പാറ്റേൺസ്. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് വരുന്നത് പ്രൊമോട്ടേഴ്സ് 45.76%, FII 1.60%, DII 9.24% ആണ്. അപ്പോൾ DIയിൽ വരുന്നതാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി, ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ്. ഇനി ബാക്കി 43.40% വരുന്നത് പബ്ലിക്കാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നത് 163% ആണ്. അതിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൽ 130% ആണ്. അപ്പോൾ ഡിഫൻസ്, അതുപോലെ എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഡിസൈൻ, ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗിൽ DPIL മാനേജ്മെന്റ് ഒരു 3 പതിറ്റാണ്ടിലധികം ട്രാക്ക് റെക്കോർഡുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് കസ്റ്റമേഴ്സായിട്ടും സപ്ലൈസായിട്ടും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റെപ്യൂട്ടഡ് ഡിഫൻസ് ഓർഗനൈസേഷനുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് മെജോറിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മേജർ കസ്റ്റമേഴ്സിൽ വരുന്നതാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ തന്നെ ISROയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റുകളും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ കൂടുതലും നല്ലതാണ് ഇവർക്കുള്ളത്, പക്ഷേ ഇവർക്ക് ഹൈ വാല്യുവേഷൻ ആണുള്ളത്. അതെന്താ മീൻ ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്റ്റോക്ക് PE നമ്മൾ നോക്കുകയാണെങ്കിൽ 66.5 ആണ് വരുന്നത്. അതേസമയത്ത് ഇൻഡസ്ട്രി PE വരുന്നത് 39.5 ആണ്.
ഇനി ഈ ഒരു കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ 0.14% കൂടിയിട്ടുണ്ട്, FII 0.17% കൂടിയിട്ടുണ്ട്, അതുപോലെ DIS 0.99% കൂടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഡേറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1377.85, PE 67.55, debt to equity 0.02, 5 year sales CAGR 44.42, ROE return on equity 24.02, 1 year returns നില്ലാണ്, അതുപോലെ തന്നെ 5 year returns നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 year കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA 968.22, RSI 14 57.6. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലെയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.